നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശീല ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിന് ഭൂരിപക്ഷമില്ലാതെ ചേർപ്പ് ബ്ലോക്കിൽ 3 പഞ്ചായത്തുകൾ. അവണിശ്ശേരി, പാറളം, വല്ലച്ചിറ എന്നീ പഞ്ചായത്തുകളിലാണ് 3 മുന്നണികൾക്കും ഭൂരിപക്ഷമില്ലാത്തത്. ശീവേലി എഴുന്നള്ളിപ്പിന്റെ നിറവിൽ തൃപ്രയാർ ഏകാദശി ഭക്തിസാന്ദ്രം. ഏകാദശി വ്രതം നോറ്റ് ആയിരങ്ങളാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെത്തിയത്. ഊരകം മൈമ്പള്ളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീരാമ ഭഗവാനുള്ള വലിയമ്പലം സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായാണ് വലിയമ്പലം സമർപ്പിച്ചത്. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിന് ഭൂരിപക്ഷമില്ലാതെ ചേർപ്പ് ബ്ലോക്കിൽ 3 പഞ്ചായത്തുകൾ. അവണിശ്ശേരി, പാറളം, വല്ലച്ചിറ എന്നീ പഞ്ചായത്തുകളിലാണ് 3 മുന്നണികൾക്കും ഭൂരിപക്ഷമില്ലാത്തത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവണിശ്ശേരി പഞ്ചായത്തിൽ 7 സീറ്റ് വീതമാണ് NDA UDF മുന്നണികൾക്ക് ലഭിച്ചത്. LDFന് 2 സീറ്റുകളും ലഭിച്ചു. പാറളം പഞ്ചായത്തിൽ UDFും NDAയും 6 സീറ്റുകൾ വീതം നേടിയപ്പോൾ LDFന് ലഭിച്ചത് 5 സീറ്റുകളാണ്. വല്ലച്ചിറ പഞ്ചായത്തിൽ LDFനും NDAയ്ക്കും 6 സീറ്റുകൾ വീതം ലഭിച്ചപ്പോൾ UDFന് കിട്ടിയത് 4 സീറ്റുകളാണ്. ഈ 3 പഞ്ചായത്തുകളിൽ NDA മുന്നണി അധികാരത്തിലെത്താതിരിക്കാൻ UDF, LDF പ്രാദേശിക നേതാക്കൾ തമ്മിൽ അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നതായാണ് സൂചന. അവണിശ്ശേരിയിലും പാറളത്തും ഈ 2 മുന്നണികൾക്കും കൂടുതൽ സീറ്റുകളുള്ള സ്ഥിതിക്ക് UDF അംഗം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കാം. വല്ലച്ചിറ പഞ്ചായത്തിൽ LDFനാണ് മുൻതൂക്കമെന്നതിനാൽ അവിടെ LDF അംഗം പ്രസിഡന്റ് സ്ഥാനത്തെത്താനും സാധ്യതയേറെയാണ്. ഇക്കാര്യത്തിൽ UDFന്റെ പിന്തുണ നേതാക്കൾ അറിയിച്ചതായും പറയപ്പെടുന്നു. ശീവേലി എഴുന്നള്ളിപ്പിന്റെ നിറവിൽ തൃപ്രയാർ ഏകാദശി ഭക്തിസാന്ദ്രം. ഏകാദശി വ്രതം നോറ്റ് ആയിരങ്ങളാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെത്തിയത്. വൃശ്ചിക മാസം കറുത്തപക്ഷത്തിലെ ഏകാദശി ആഘോഷത്തിലാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഏക്കമില്ലാതെയാണ് ഏകാദശി എഴുന്നള്ളിപ്പിനുള്ള ആനകളെ തൃപ്രയാർ ക്ഷേത്രത്തിലെത്തിച്ചത്. തിങ്കളാഴ്ച രാവിലെ മുതൽക്കുള്ള ശിവേലി എഴുന്നള്ളിപ്പിൽ 30ഓളം ആനകൾ അണിനിരന്നു. കനത്ത ചൂടിലും ആയിരക്കണക്കിന് ഭക്തരാണ് ശിവേലി എഴുന്നള്ളിപ്പ് കാണാൻ ക്ഷേത്രാങ്കണത്തിൽ തടിച്ചുകൂടിയത്. പഴയന്നൂർ ശ്രീരാമൻ ഭഗവാന്റെ തിടമ്പേറ്റി. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ഇടത്തും അക്കിക്കാവ് കാർത്തികേയൻ വലത്തുമായി അകമ്പടിയേകി. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ നയിച്ച പഞ്ചാരിമേളം ക്ഷേത്രാങ്കണത്തെ നാദമുഖരിതമാക്കി. തിങ്ങിനിറഞ്ഞ ഭക്തർ അനുധാവനം ചെയ്ത എഴുന്നള്ളിപ്പ് ക്ഷേത്ര പ്രദക്ഷിണത്തിനു ശേഷം കിഴക്കേ നടയിൽ സമാപിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് 12:30 കിഴക്കേ നടപ്പുരയിൽ സ്പെഷ്യൽ നാഗസ്വര കച്ചേരി നടന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് മണലൂർ ഗോപിനാഥ് ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. വൈകിട്ട് 3 മണിക്ക് നടന്ന കാഴ്ചശിവേലിയിൽ ധ്രുവം മേളം നാദപ്രപഞ്ചം തീർത്തു. വൈകിട്ട് 5:30 കിഴക്കേ നടപ്പുരയിൽ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ പാടകം അവതരിപ്പിച്ചു. വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം പഞ്ചവാദ്യവും സ്പെഷ്യൽ നാഗസ്വരവും അരങ്ങേറി. പളനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം നാദസ്വരം വിദ്വാൻ KS ശരവണൻ, KS സതീഷ് കുമാർ എന്നിവരാണ് പഞ്ചവാദ്യവും സ്പെഷ്യൽ നാഗസ്വരവും നയിച്ചത്. വൈകിട്ട് 6:30 കൊച്ചി ആർദ്ര രവി അവതരിപ്പിച്ച ഭരതനാട്യ കച്ചേരിയും സ്പെഷ്യൽ നാഗസ്വരവും അരങ്ങേറി. ആയിരക്കണക്കിന് ഭക്തർക്കാണ് ക്ഷേത്രം ഊട്ടുപുരയിൽ ഏകാദശിയൂട്ട് നൽകിയത്. ഗോതമ്പു ചോറ്, പായസം എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു ഏകാദശിയൂട്ട്.
ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീരാമ ഭഗവാനുള്ള വലിയമ്പലം സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായാണ് വലിയമ്പലം സമർപ്പിച്ചത്. ആറാട്ടുപുഴ മാങ്ങാറി വീട്ടിൽ വത്സല അച്യുതനാണ് ശ്രീരാമ ഭഗവാന് വലിയമ്പലം പുതുക്കി പണിത് സമർപ്പിച്ചത്. വലിയമ്പലം സമർപ്പണ ചടങ്ങിൽ മേൽശാന്തി ദിനേശ്വരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അനന്തനാരായണ സ്വാമി, സെക്രട്ടറി എം ഗോപിനാഥൻ, സമിതി അംഗങ്ങൾ, ദേവസ്വം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തളിക്കുളം വല്ലത്ത് ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ഈ മാസം 21 ഞായറാഴ്ചയാണ് ഉത്സവം. തിങ്കളാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകമെന്നീ ശുദ്ധികളും പഞ്ചവിംശതി കലശാഭിഷേകം എന്നിവയും നടന്നു. ക്ഷേത്രാചാര്യനും താന്ത്രിക മുഖ്യനുമായ പറവൂർ രാഗേഷ് തന്ത്രികൾ തൃക്കൊടിയേറ്റ് ചടങ്ങ് നിർവഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് വി രാജൻ, സെക്രട്ടറി വി ബാബു, ഖജാൻജി വി ശശീന്ദ്രൻ, രക്ഷാധികാരി സോമസുന്ദരൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഈ മാസം 21 ഞായറാഴ്ചയാണ് ഉത്സവം ആഘോഷിക്കുക. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 18ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MH സജീറിന്റെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ നിന്നാണ് ആഹ്ലാദ പ്രകടനം ആരംഭിച്ചത്. 18ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായാണ് CPMന്റെ MH സജീർ മത്സരിച്ചത്. 614 വോട്ടുകൾക്കായിരുന്നു സജീറിന്റെ വിജയം. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെയാണ് ആഹ്ലാദ പ്രകടനം നടന്നത്. നിരവധി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. ആഹ്ലാദ പ്രകടനം ഹെർബർട്ട് കനാൽ സെന്ററിൽ സമാപിച്ചു. നവീകരിക്കുന്ന തളിക്കുളം സ്നേഹതീരം ബീച്ച് പാർക്കും ഓഫീസ് കെട്ടിടവും CC മുകുന്ദൻ MLA സന്ദർശിച്ചു. 94 ലക്ഷം രൂപയാണ് നവീകരണ ചെലവ്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 94 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്നേഹതീരം ബീച്ച് പാർക്കും ഓഫീസ് കെട്ടിടവും നവീകരിക്കുന്നത്. 84 ലക്ഷം രൂപ സ്നേഹതീരം ബീച്ച് പാർക്കിന്റെ നവീകരണത്തിനും 10 ലക്ഷം രൂപ ഓഫീസ് കെട്ടിടത്തിന്റെ നവീകരണത്തിനുമാണ് ചിലവഴിക്കുന്നത്. നിലവിൽ നവീകരണ പ്രവർത്തനങ്ങൾ 90% പൂർത്തിയായി കഴിഞ്ഞു. മൊത്തം 3.04 കോടി രൂപയുടെ പ്രവൃത്തികളാണ് സ്നേഹതീരം ബീച്ചിൽ നടക്കുന്നത്. ഈ മാസം 25-ന് ക്രിസ്മസ് ദിനം മുതൽ നവീകരിച്ച പാർക്കിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം നൽകാനാകുമെന്നാണ് കരുതുന്നത്. ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന മാനവിക സന്ദേശം തിരിച്ചറിയാൻ സമൂഹം തയ്യാറാവണമെന്ന് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി. കൈപ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂം ഖുർആൻ സിറ്റിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പള്ളികൾ മുഴുവനും മനുഷ്യർക്ക് തുറന്നു കൊടുക്കണമെന്ന് TP അബ്ദുള്ള കോയ മദനി പറഞ്ഞു. എന്താണ് പള്ളികളുടെ സന്ദേശമെന്ന് മനുഷ്യർ അറിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബുസ്താനുൽ ഉലൂം പ്രസിഡന്റ് PK മുഹമ്മദ് അധ്യക്ഷനായ ചടങ്ങിൽ ET ടൈസൺ MLA മുഖ്യാതിഥിയായി. ഡയറക്ടർ അഹമ്മദ് അനസ് മൗലവി, അബ്ദുൽ ഖയ്യൂം ബുസ്താനി എന്നിവർ പദ്ധതി വിശദീകരിച്ചു. നൂർ മുഹമ്മദ് നൂർഷാ, HE മുഹമ്മദ് ബാബുസേട്ട്, ഡോക്ടർ AI അബ്ദുൽ മജീദ് സ്വലാഹി, ഡോക്ടർ KA അബ്ദുൽ ഹസീബ് മദനി, അബ്ദുൽ ഗഫൂർ പുതിയ വീട്ടിൽ, EK ഇബ്രാഹിം കുട്ടി മൗലവി, EI മുജീബ, TK അബ്ബാസ്, ബുസ്താനി, KA ബഷീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ മുസ്തഫ തൻവീർ മുഖ്യപ്രഭാഷണം നടത്തി. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക മനുഷ്യാവകാശ ദിനം ആചരിച്ചു. എടമുട്ടം ചൂലൂർ യോഗിനിമാത ബാലിക സദനത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്.
സംഘടനയുടെ സംസ്ഥാന ട്രഷറർ താഹിറ അബ്ദുള്ള, ജില്ലാ സെക്രട്ടറി സതീശൻ കണക്കശ്ശേരി, ജില്ലാ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ കണ്ടംപറമ്പിൽ, ജില്ലാ ട്രഷറർ കുട്ടൻ, വൈസ് പ്രസിഡന്റ് പി കെ ഷൈൻ, സംസ്ഥാന ഭാരവാഹി സൈനബ ഫൈസൽ, സ്പെഷ്യൽ ബ്രാഞ്ച് SI ജയകുമാർ, നടൻ ഷൈജൻ ശ്രീവത്സം, ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ സലീം നെടിയപറമ്പിൽ, സുഹറ അബ്ബാസ്, സുധീർ, സന്തോഷ്, ഷൈജു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വൃദ്ധൻ മരിച്ചു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി മദ്രസയ്ക്ക് സമീപം സേവൻകുഴി വീട്ടിൽ ബഷീറാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാവിലെയായിരുന്നു മരണം. ഖബറടക്കം ചെറുചേനം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. സുലേഖയാണ് ഭാര്യ. ഷംനാസ്, മുഹമ്മദ് ഷാഫി എന്നിവർ മക്കളും നജിയ, സബീന എന്നിവർ മരുമക്കളുമാണ്. വല്ലച്ചിറ ശ്രീ നാരായണപുരം സ്വദേശി കല്ലട വീട്ടിൽ മാധവൻ മകൻ സത്യൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,410 രൂപ, പവന് 99,280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിന് ഭൂരിപക്ഷമില്ലാതെ ചേർപ്പ് ബ്ലോക്കിൽ 3 പഞ്ചായത്തുകൾ. അവിടുശ്ശേരി, പാറളം, വല്ലച്ചിറ എന്നീ പഞ്ചായത്തുകളിലാണ് 3 മുന്നണികൾക്കും ഭൂരിപക്ഷമില്ലാത്തത്. ശീവേലി എഴുന്നള്ളിപ്പിന്റെ നിറവിൽ തൃപ്രയാർ ഏകാദശി ഭക്തിസാന്ദ്രം. ഏകാദശി വ്രതം നോറ്റ് ആയിരങ്ങളാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെത്തിയത്. ഊരകം മൈപ്പള്ളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീരാമ ഭഗവാനുള്ള വലിയമ്പലം സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായാണ് വലിയമ്പലം സമർപ്പിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.